വിജയ്, ദളപതി വിജയ്, ഇളയ ദളപതി, ദ ഗോഡ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ചിത്രം 4 മണിക്ക് റിലീസായി. ഭയങ്കര തിരക്ക് 4 മണിക്ക് തന്നെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പം, മലയാളത്തിൽ തന്നെ ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വിജയുടെ ലെവൽ എന്താണെന്ന് നമുക്ക് പ്രത്യേകിച്ചും പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ നടന്മാരോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനാണ്. പലപ്പോഴും അതിന് മുകളിലേക്കൊക്കെ വിജയുടെ ചിത്രങ്ങൾ മാറാറുണ്ട്. അതുതന്നെയാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്. കേരളത്തിലെ സിനിമാശാലകളെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഉണർവ് കിട്ടേണ്ട ഒരു സമയത്താണ് വിജയ് ചിത്രം വന്നിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് വെങ്കിട്ട് പ്രഭു എന്ന് പറയുന്ന വ്യത്യസ്തതകൾ നമുക്ക് തന്നേക്കുന്ന ഒരു സംവിധായകനും വിജയും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയ്ക്ക് ചെന്ന് നിന്നോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഞാൻ പോയത്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വിജയ് ചിത്രങ്ങളുടെ ഒരു പാക്കേജ് അറിയാം. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു അച്ഛൻ മകൻ ബന്ധം, അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ്, അമ്മ മകൻ ബന്ധത്തിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ്, പിന്നെ കുറച്ച് നൃത്തം, പാട്ടുകൾ, കുറച്ച് കോമഡികൾ, എപ്പോഴിപ്പോഴും ഇടി, എല്ലാം കൂടെ ചേർന്നൊരു പാക്കേജ് തന്നെയാണ് വിജയ് ചിത്രം എന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആദ്യ പകുതിയിൽ അങ്ങനെയാണെങ്കിൽ ആദ്യ പകുതിയിൽ ഈ വിജയ് ചിത്രങ്ങളുടെ ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ തന്നെയാണ് ഇതും പിന്തുടർന്നിരിക്കുന്നത്. പിന്നെ നായക് സയൻസ് ഫിക്ഷൻ ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര നേരത്തെ തന്നെ പടം ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല. സാധാരണ ഒരു വിജയ് ചിത്രങ്ങളുടെ പാറ്റേണിൽ തന്നെയാണ് ഈ ചിത്രം പോയിരിക്കുന്നത്. പക്ഷേ ആദ്യ പകുതിയിൽ വിജയ് എന്ത് കാണിച്ചാലും ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും വിജയ് ചിത്രങ്ങൾ കാണാൻ പോകുന്നതിൻ്റെ ഒന്നാമത് എനിക്ക് ഈ ആഘോഷങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് എല്ലാവരും കൂടെ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല അങ്ങനെ പടത്തിന് പോകാൻ. ഈ റിലീഫ് പടങ്ങൾക്കൊക്കെ ഭയങ്കര തിരക്കിനിടയിൽ പോകുമ്പോൾ ആ ഇടിച്ച് കയറി ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ റിസർവേഷന് എടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് ഇല്ല എന്ന് പറയുക, അങ്ങനെ ഒരു മൈൻഡുണ്ട്. എന്നിട്ട് തിയേറ്ററിൽ പോയിരുന്ന് എല്ലാവരും കൂ വിളിക്കുക, കൈയടിക്കുക, ഓരോ പാട്ടിനും ഓരോ സീനറിക്കും ബഹളം വയ്ക്കുക, അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആദ്യ പകുതിയിൽ ചില സംവിധായകൻ ഉദ്ദേശിച്ച പല കാര്യങ്ങൾക്കും അവിടെ കയ്യടി തിയേറ്ററിൽ കുറവായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പലപ്പോഴും വിജയ് ചിത്രങ്ങൾ കാണാൻ പോകുമ്പോൾ സംഭാഷണങ്ങളോ സിനിമയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഈ കയ്യടി മേളം തന്നെയാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും ആദ്യ പകുതി പലപ്പോഴും അത് കാഴ്ചക്കാരുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കാൻ സംവിധായകൻ പരാജയപ്പെട്ടു എന്ന് എനിക്ക് ആ തിയേറ്ററിലെ അനുഭവം കാണിച്ചു തരുന്നുണ്ട്. കാരണം തിയേറ്ററിൽ വലിയ ഓളമൊന്നും ആദ്യ പകുതിയിൽ സൃഷ്ടിക്കാൻ പറ്റിയില്ല. രണ്ടാം പകുതി ഓക്കെ, രണ്ടാം പകുതി വിജയുടെ ആ പഴയ സ്റ്റൈലിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ദളപതിയും ഇളയ ദളപതി, ഇവരുടെ രണ്ടുപേരെയും കൊണ്ടൊരു വിളയാട്ടമാണ് അല്ലേ നമ്മൾ കാണാൻ. പിന്നെ സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കാര്യമില്ല. അത് സത്യം പറഞ്ഞാൽ അതിന് കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ സ്പെഷ്യൽ ആൻഡ് ടെററിസ്റ്റ് സ്ക്വാഡ് എന്നൊക്കെ പറയുന്ന വിജയുടെ ചിത്രങ്ങളിലെ സ്ഥിരം ഒരു ഇത് അല്ലേ, അതിലൊരംഗമായ ദളപതി തൻ്റെ ഭാര്യയും മകനെയും കൊണ്ട് തായ്ലൻഡിലേക്ക് പോകുന്നത്. അവിടെ ഉണ്ടാകുന്ന വിശേഷങ്ങളാണ് ഈ ചിത്രങ്ങൾ പൊതുവെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അമ്മ, അച്ഛൻ, മകൻ എല്ലാവരുടെ ഒരു ബന്ധം നമുക്ക് കൊണ്ടുവരാൻ ഈ ചിത്രങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കഴിയുന്നുണ്ട്. അപ്പം വിജയ് ചിത്രങ്ങളുടെ കഥയുടെ ഒരു പാറ്റേൺ അത് തന്നെയായിരിക്കും. പിന്നെ ചില കാമിയോ റോളുകളെല്ലാം കാമിയോകൾ വളരെ നന്നായി എന്ന് തന്നെ പറയും. പിന്നെ പ്രഭുദേവ, പ്രശാന്ത്, അജ്മൽ, ഇവരെല്ലാം തന്നെ ഉന്നത നിലവാരം പുലർത്തി. പ്രഭുദേവയും നമ്മുടെ വിജയും തമ്മിലുള്ള ചില ഡാൻസ് രംഗങ്ങളൊക്കെ
വളരെ നന്നായിരുന്നു തന്നെ പറയാം. അതുപോലെ പ്രശാന്തുമൊക്കെ നല്ല നിലവാരം പുലർത്തി. അവരുടെ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ബന്ധം വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ആൾക്കാരിലേക്ക് ഇറങ്ങി വരുവാനും കഴിയും. ചില സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങളിലൊക്കെ വിജയുടെ ലെവലങ്ങ് വേറെ ലെവലായി. സിനിമയിലെ മൊത്തം കഥാപാത്രത്തിൽ നിന്ന് മുകളിലെത്താൻ ചില സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങൾക്ക് വിജയ്ക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അത് നമ്മൾ എടുത്തു പറയാം. അതുപോലെ ഇതിലെ നായിക കഥാപാത്രങ്ങളായ സ്നേഹ, ലൈല, മീനാക്ഷി ചൗധരി ഇവർക്കൊക്കെ ഒരു വേഷം എന്നതിനുപരി അവർക്കൊന്നും ചെയ്യാൻ ഇല്ലായിരുന്നു. അതുപോലെ ജയറാം, നമ്മുടെ പ്രിയപ്പെട്ട ജയറാം തമിഴിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പം ഒരു മലയാളിയായ നടൻ തമിഴ് പറയുന്ന പോലെ തോന്നിച്ചു. അപ്പോൾ ജയറാമിന് വലിയ റോളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. വിജയ് ചിത്രങ്ങളിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ റോളുകളൊന്നും ആർക്കും കിട്ടിയില്ല. പിന്നെ ഓക്കെ എന്ന് പറയാം, വലിയ ഓക്കെ അല്ല, ഒരു ചെറിയ ഓക്കെ എന്ന് ജയറാമിനെ പറയാൻ പറ്റും. അതുപോലെ യോഗി ബാബു എന്ന് പറയുന്ന നടനെ അദ്ദേഹത്തിൻ്റെ കോമഡി രംഗങ്ങളൊക്കെ വളരെ നന്നായി കൈകാര്യം ചെയ്തു. അതൊരു നമുക്കൊരു ചിരി ഉണർത്തുന്ന മുഹൂർത്തങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ടോട്ടലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഗോട്ട് പോകുന്നത്. നമ്മുടെ 3 മണിക്കൂർ ചിത്രം അത് വലിയ ബോറ്. ആദ്യ പകുതി എനിക്ക് വിരസമായി തോന്നിയെങ്കിലും രണ്ടാം പകുതി വലിയ കുഴപ്പമില്ലാതെ പോയി. അപ്പം ഇതിൻ്റെ തിരക്കഥ ലോകോത്തര നിലവാരം പുലർത്തുന്നതാണോ, പിന്നെ കഥയുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വിജയ് ചിത്രങ്ങൾ കാണാൻ പോകുമ്പോൾ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അല്ലേ? അതുതന്നെയാണ് കഥയ്ക്കും തിരക്കഥയ്ക്കോ വിജയ് ചിത്രം എന്ന് മാത്രം പ്രതീക്ഷിക്കുക. പിന്നെ ആരാധകരെ സംബന്ധിച്ച് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു, വിജയ് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ചില 2-3 രീതിയിലുള്ള ആരാധകരുണ്ട്. എനിക്ക് വിജയ് ഇഷ്ടമാണ്. വിജയ് ഇഷ്ടമെന്ന് പറയാൻ വിജയുടെ രംഗങ്ങളും ഒക്കെയാണ്. എനിക്ക് അടി ഇഷ്ടം, ഇടി ഇഷ്ടം, ഭയങ്കര ആഹ്ലാദ നിമിഷങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പക്ഷേ വിജയോട് അന്ധമായ ആരാധനയൊന്നുമില്ല, വിജയ് ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇത് അല്പം നിരാശപ്പെടുത്തും. പക്ഷേ ഒരു ചിത്രത്തിൽ വിജയ് കണ്ടാൽ മതി, വിജയ് മാത്രം കണ്ടാൽ മതി, പുള്ളി ഒന്നും ചെയ്യേണ്ട, പുള്ളിയുടെ ഏതെങ്കിലുമൊക്കെ പഴയ ചിത്രങ്ങൾ കണ്ടാലും ഈ കോർമയിൽ കൊള്ളുന്ന കുറച്ച് ആൾക്കാർ അന്ധമായ വിജയ് ഫാൻ, അവരെ സംബന്ധിച്ച് കുഴപ്പമില്ലാതെ പോകുമായിരിക്കില്ലേ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഒരു നിരാശപ്പെടുത്തുന്ന ചിത്രം എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ സംഗീതം. ശങ്കരാജല്ലേ പുള്ളി കൊടുത്തിരിക്കുന്ന സംഗീതം ഈ ചിത്രത്തിന് ഒട്ടും മേന്മയല്ല എന്ന് തന്നെ പറയണ്ടേ. മേന്മ ഇല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ സംഗീതം മോശം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ അനിരുദ്ധൊക്കെ കൊണ്ടുവച്ചേക്കുന്ന ഒരു ലെവലാണ്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം, വിജയ് ചിത്രങ്ങൾക്കൊരു ബിജിഎമ്മൊക്കെ ഇട്ട് ഒരു മാസ്റ്റർ, അതെന്താ ഞാൻ പറയുന്നത്, ഒരു വേറെ ലെവൽ സാധനം കൊണ്ടുവരാൻ വിജയ് ചിത്രങ്ങൾ ഇപ്പം സംവിധായകൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഇതുണ്ട്. അതിൽ ഈ സംഭാഷണങ്ങളും കൂടെ ചേരുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. സംഭാഷണമല്ലല്ലോ, BGM കൂടെ ചേരും. അത് പലപ്പോഴും ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാലേ മാത്രമേ നമുക്ക് കോറൽ മയർ കൊള്ളാൻ പറ്റത്തുള്ളൂ. അത് ഈ ചിത്രത്തിൻ്റെ സംഗീതത്തിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ പാട്ടുകളൊന്നും വലിയ നിലവാരമൊന്നും പുലർത്തില്ല. നമുക്ക് കയറി അങ്ങോട്ട് അറുമാദിക്കാൻ പറ്റിയ പാട്ടുകളൊന്നും കിട്ടിയില്ല. അതുതന്നെ ഈ പടത്തിനകത്ത് വിജയ് ചിത്രങ്ങൾക്ക് പാട്ടിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അത് ആവറേജ് നിലവാരമേ പുലർത്തിയുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. ആകെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആരാധകരെ സംബന്ധിച്ച് ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം. പിന്നെ എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ചിത്രം പോയി കാണുക. പ്രത്യേകിച്ച് വിജയുടെ ഈ ലാസ്റ്റ് ചിത്രമാണിത് എന്ന് പറയുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് ഇനിയും വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാണ്. തൻ്റെ അഭിനയവും എല്ലാ സിദ്ധികളെല്ലാം രാഷ്ട്രീയത്തിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടിയാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം
അപ്പോൾ ലാസ്റ്റ് സിനിമയാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും പോയി കാണുക കേട്ടോ. എല്ലാവർക്കും ഓരോരോ അഭിരുചിയല്ലേ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയം അല്ലാതെ അദ്ദേഹം 1-2 പടം കൂടെ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പം ഗോഡ് എന്ന് പറയുന്ന ചിത്രം എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം വേറെയാകാം. അപ്പോൾ എല്ലാവരും എല്ലാ ചിത്രങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബായ്.